ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞായറാഴ്ചകളിൽ ഇഷ്ടഗാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പാട്ടുവിശേഷം, മ്യൂസിക് തെറാപ്പിയുടെയൊക്കെ പാട്ടുകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ജോസഫ് ജോൺ സാറിനുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഇഷ്ടഗാനങ്ങളാണെന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ 99ാമത്തെ ദിവസമാണ് പാട്ടുവിശേഷത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോസഫ് ജോൺ സാറിനെ. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. സർവേശ്വരന് സ്തുതി. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനികർക്കും, പാട്ടിനെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കും, മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ സാരഥി സാബു കേരളം സാറും, ഇന്ന് നമ്മളൊപ്പം ഉള്ള അച്ഛനും ജോർജ് അച്ഛനും എല്ലാവർക്കും വിനീതമായ നമസ്കാരം, സ്വാഗതം. പാട്ടുവിശേഷത്തിൽ നമ്മളിന്ന് മ്യൂസിക് തെറാപ്പിയായിട്ട് അല്ലെങ്കിൽ മ്യൂസിക്കോളജിയുമായി ബന്ധപ്പെട്ട സെഗ്മെന്റ് ചെയ്യുന്നില്ല. നമ്മളിന്ന് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന്, ഈ ജൂൺ 4-ാം തീയതി ജന്മദിനം ആയിരുന്ന SP ബാലസുബ്രഹ്മണ്യം എന്ന ഗായകനെ, അതുല്യ ഗായകനെ സ്മരിക്കുന്നു. അതിനുശേഷം ഇഷ്ടഗാനങ്ങളാണ്. അതൊരു വലിയ ടാസ്ക്കാണ് സാബു സാർ എന്നെ ഏൽപ്പിച്ചത്. സമുദ്രത്തിൽ മുങ്ങിത്തപ്പി ഇഷ്ടപ്പെട്ട പവിഴവും മുത്തും എടുത്തുകൊണ്ട് വരാൻ പറയുന്നത് പോലെയാണ്. അങ്ങനെ കഠിനമായ ഒരു ദൗത്യമായിരുന്നു. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമുക്ക് മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ സ്നേഹിക്കുന്നു, അതേക്കുറിച്ച് പഠിക്കുന്നു, അറിയുന്ന ആൾക്കാർക്ക് ഒരു കഷ്ടതയേറിയ ദൗത്യമാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഓടിയെത്തിയ ഏതാനും പാട്ടുകളാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും കൂടി പാടി നമുക്ക് ആ സെഗ്മെന്റ് ഭംഗിയാക്കാം. ആദ്യം നമുക്ക് SP ബാലസുബ്രഹ്മണ്യം എന്ന അതുല്യ പ്രതിഭയെ സ്മരിക്കാം. കൂടുതൽ പറയേണ്ടതില്ല ആരാണ് SP ബാലസുബ്രഹ്മണ്യം. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ്. മലയാളി അല്ലെങ്കിലും മലയാള ഗാനങ്ങൾ കൊണ്ട് നമ്മെ സന്തോഷിപ്പിച്ച വ്യക്തിയാണ്. SPB ചുരുക്കപ്പേരിൽ അങ്ങനെയും പറയും, ബാലു എന്നും അടുപ്പമുള്ളവർ SP ബാലസുബ്രഹ്മണ്യത്തെ വിളിക്കുമായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര ഗാനരംഗത്ത് അതുല്യ ഗായകനും നടനും സംഗീത സംവിധായകനും ഡബിംഗ് ആർട്ടിസ്റ്റും നിർമ്മാതാവും ഒക്കെ ആയിരുന്നു SP ബാലസുബ്രഹ്മണ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഗീതം എന്നുള്ളതാണ്, ഗായകൻ എന്നുള്ളതാണ്. ഏതാണ്ട് 40,000-ൽ പരം ഗാനങ്ങൾ 16 ഭാഷകളിലായിട്ട് അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ സിനിമയ്ക്ക് വേണ്ടി, പിന്നണി ഗാനം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ള ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ നേടിയിട്ടുള്ള ആളാണ് SP ബാലസുബ്രഹ്മണ്യം. ഞാൻ പറഞ്ഞു, ജൂൺ 4 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. 1946 ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ കൊരട്ടമ്മപ്പേട്ടിൽ ആണ് ജനിച്ചത്. അച്ഛൻ SP സാംബമൂർത്തി, അമ്മ ശകുന്തളാമ്മ. അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി 2001 ബഹുമാനിച്ചു. പത്മഭൂഷൺ നൽകി 2011. പത്മവിഭൂഷൺ, അതായത് രാജ്യത്തെ 2ാമത്തെ പരമോന്നത സിവിലിയൻ അവാർഡായ പത്മവിഭൂഷൺ 2021 അത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ് കൊടുത്തത്. അത്രയ്ക്കും സ്വാധീനം താൻ പ്രവർത്തിച്ച രംഗങ്ങളിൽ അദ്ദേഹം ചെലുത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദേശത്തിന് വലിയ സംഭാവന നൽകിയ വ്യക്തികളെയല്ലേ നമ്മൾ ആദരിക്കുക. അങ്ങനെ ഇതെല്ലാം അദ്ദേഹം നേടി. 6 ദേശീയ അവാർഡുകൾ. ദാസേട്ടന് ശേഷം ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് നേടിയിട്ടുള്ളത് SPB ആണ്. മലയാളത്തിൽ കുറച്ച് പാട്ടുകളെ ഉണ്ടാവുള്ളൂ, എങ്കിലും
കുറച്ചല്ല, കുറേ പാട്ടുകളുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മലയാളത്തിലുള്ള സ്വാധീനം നമുക്ക് തള്ളിക്കളയാനാവുന്നതാണ്. അച്ഛൻ നാടകരംഗത്തും ഹരികഥാരംഗത്തും ആയിരുന്നു. അപ്പോൾ അങ്ങനെ പാരമ്പര്യമായിട്ട് സംഗീതം കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ല, കാര്യമായിട്ട് അഭ്യസിച്ചിട്ടില്ല. ഗായിക SP ശൈലജ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തോട് താല്പര്യമായിരുന്നു, പ്രണയമായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹം SPBയെ ഒരു എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ചേർന്നു. പക്ഷേ ടൈഫോയിഡ് വന്നതിന് ശേഷം, ഇപ്പോഴത്തെ പോലെ അല്ലായിരിക്കാം അന്ന്, ടൈഫോയിഡ് വന്നതിന് ശേഷം ആ പഠനം മുടങ്ങിയെന്നാണോ, അനന്തപുരി എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോഴും പാട്ടിനോട് വലിയ കമ്പമായിരുന്നു. പിന്നീട് ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിൽ ചേർന്നു. അപ്പോഴും സംഗീതഭ്രമമായിരുന്നു. സംഗീത മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു. ഒരു ഗായകനായിട്ട് SPB അന്ന് തൊട്ടേ അറിയപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ലൈറ്റ് മ്യൂസിക് ട്രൂപ്പിൻ്റെ ലീഡറായി, അതിനകത്ത് ഹാർമോണിയവും ഒക്കെ വായിച്ചിരുന്നത് ഇളയരാജയായിരുന്നു അന്നത്തെ ആ ട്രൂപ്പിൽ. അപ്പോൾ അറിയാം എത്രമാത്രം പ്രഗത്ഭരായിരുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ട്രൂപ്പിലുണ്ടായിരുന്നത് നമുക്കറിയാൻ പറ്റും. PB ശ്രീനിവാസ് എന്ന് പറഞ്ഞ പ്രശസ്ത പിന്നണി ഗായകൻ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. പാട്ടുകൾ കൊടുത്തു, പാട്ട് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു 5 പതിറ്റാണ്ട് കൊണ്ട്, 50 വർഷം കൊണ്ട് 40,000-ത്തിലധികം ഗാനങ്ങൾ 16 ഭാഷകളിലായി അദ്ദേഹം പാടി. തെലുങ്ക്, തമിഴ്, കന്നഡ അതാണ് കൂടുതൽ. പിന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയതിനുള്ള ഗിന്നസ് റെക്കോർഡ് SPBക്കാണ്. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവരെ. ഈ പാട്ട് കടൽപ്പാലം എന്ന സിനിമയ്ക്ക് വേണ്ടി 1969, 1969, എത്ര വർഷമായെന്ന് നോക്കുക, ദേവരാജ മാസ്റ്റർ സംഗീതത്തിൽ SPB പാടിയ പാട്ടാണ്. വയലാറാണ് ഇതിൻ്റെ രചന. വയലാർ എന്ന ആ മഹാകവി, മഹാപ്രതിഭ അല്ലേ, എത്ര മനോഹരമായിട്ടുള്ള വരികളാണ് അതിൽ കുറിച്ചിരിക്കുന്നത്. ഈ കടലും മറുകടലും, അവിടെ പോയവരോട് ചോദിക്കുകയാണ്, ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു അല്ലേ, അവിടെ നിങ്ങൾ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇവിടെ മനുഷ്യരെ അല്ല കണ്ട്, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും മുസ്ലിമിനെയാണ് കണ്ടത്, മനുഷ്യരെ അല്ല കണ്ടത് എന്നുള്ള ഒരു ഫിലോസഫിയാണ് അതിൽ വരുന്നത്. സ്വർണ്ണമീനിൻ്റെ ചേലൊത്ത കണ്ണാളെ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് സർപ്പം എന്ന സിനിമയിൽ 79-ൽ AJ ജോയിയാണ് അതിൻ്റെ സംഗീതം, കോട്ടയംകാരൻ. അദ്ദേഹവും ഇവിടെ പറഞ്ഞു. ബിച്ചു തിരുമലയുടെ രചനയാണ്. താരാപദം ചേതോഹരം, ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ് അല്ലേ, എല്ലാവർക്കും ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. ഇത് മുന്നേറ്റം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി 1981 ആലപിച്ചതാണ്. ശ്യാമാണ് അതിൻ്റെ സംഗീതം, ശ്രീകുമാരൻ തമ്പി രചന. ഊട്ടിപ്പട്ടണം എന്നൊരു പാട്ടുണ്ടല്ലോ, ഊട്ടിക്കട്ടണം എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. അത് ഏതിലെയാണെന്നറിയാവോ? ഏത് സിനിമയാണെന്നറിയാവോ? കിലുക്കം, വളരെ പ്രശസ്തമായ, വളരെ കിലുക്കത്തിലെ രേവതി. അതെ അതെ, രേവതി ആലപിക്കുന്നതാണ്, പാടി അഭിനയിക്കുന്നത്. SP വെങ്കിടേശാണ് അതിന് സംഗീതം, ബിച്ചു തിരുമല സംഗീതം. നമ്മൾ വയലാർ അല്ലെങ്കിൽ അങ്ങനെ ONV, ഇത് കൂടാതെ എത്രയോ കവികൾ മനോഹരമായ രചനകൾ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതും ഞാൻ ഈ ബിച്ചു തിരുമലയുടെ കാര്യം ഓർത്തപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പ്രണയാതുരമായ ശബ്ദമാണ് SPBയുടെ. ഒപ്പം ഘനഗംഭീരമായ ശബ്ദമാണ്, ആലാപന സൗകുമാരി, ഇതിനൊക്കെ ഉടമയായിരുന്നു SPB. മധുര സംഗീതത്തിൻ്റെ ദക്ഷിണേന്ത്യൻ പര്യായം എന്നാണ് വിശേഷിപ്പിക്കുന്നത്.
74-ാം വയസ്സിൽ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു അദ്ദേഹം. നമുക്കറിയാം 19-ലും 20-ലും ഒക്കെ കോവിഡ്, നമ്മളിപ്പോൾ അതൊക്കെ മറന്നു എങ്കിലും അന്നത്തെ ആ ഒരു സമയം ഭീതിജനകമായിരുന്നു അല്ലേ? ലോകം മുഴുവൻ ഈ കോവിഡ് അല്ലെങ്കിൽ കൊറോണ എന്ന ആ ഒരു സൂക്ഷ്മജീവിയെ പേടിച്ചിരുന്ന കാലം. അതൊക്കെ നമ്മൾ ഒരു പരിധിയിൽ വരുത്തി എന്ന് പറയാം. ഇപ്പോഴും കോവിഡ് പരക്കുന്നു, പക്ഷെ അതിലൊക്കെ വളരെ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇദ്ദേഹത്തിനും കോവിഡ് ബാധിച്ചു. SP ബാലസുബ്രഹ്മണ്യം എന്ന ഈ ഗായകന് അതിൽ നിന്ന് മുക്തി നേടിയെങ്കിലും 2020 കോവിഡിൽ നിന്ന് അദ്ദേഹം മോചിതനായി. 2020 സെപ്റ്റംബർ 25-ന് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യ കണ്ട മികച്ച പാട്ടുകാരിൽ ഒരാൾ, മികച്ച കലാകാരൻ. പാട്ട് മാത്രമല്ല അല്ലേ, ശബ്ദലേഖനം, അഭിനയം, സിനിമയിൽ അഭിനയിച്ചിട്ട് ഇതിഹാസ ഗായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള SPB നമുക്ക് തീരാ നഷ്ടമാണ്. അത് ശരിക്കും കോവിഡിൻ്റെ തുടർന്നായതുകൊണ്ട് നമുക്കൊരു വലിയൊരു നഷ്ടബോധം തോന്നി. ഇങ്ങനെയൊരു വലിയൊരു പ്രതിഭയെ കൂടി കൊണ്ടുപോയല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് ശരിക്കും മനസ്സിൽ TV-യിലൊക്കെ അത് കണ്ടപ്പോൾ തോന്നി. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം, കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിൽക്കുന്ന സമീപനം, അത് ഗാനമേള അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റേജിലൊക്കെ അതൊക്കെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നു. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു, കൂടെ നിന്ന് പാടുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു. കൂടെ നിന്ന് പാടുന്നവരൊന്ന് മങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആളാകാം എന്നുള്ളൊരു ചിന്ത അല്ല അദ്ദേഹത്തിന്, അവരെ സപ്പോർട്ട് ചെയ്തു. അത് ജയേട്ടൻ്റെ കാര്യത്തിലും നമുക്ക് അറിയാവുന്നതാണ്. P. ജയചന്ദ്രൻ എന്ന ഗായകനെ കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു പരിവേഷം ഇവർക്കൊക്കെ ഉണ്ടായി എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മെ വിട്ടുപിരിഞ്ഞ് പ്രതിഭാധനനായ ഗായകനെ ഒരു നിമിഷം അനുസ്മരിക്കാം. താങ്ക് യു. ഈ വന്നിട്ടുള്ള ആർക്കെങ്കിലും SPBയെ കുറിച്ച് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടഗാനങ്ങളിലേക്ക് കടക്കാം. ആർക്കെങ്കിലും SPBയെ ഒന്ന് കേൾക്കാൻ പറ്റും? പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. SPയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ യേശുദാസിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഗായകനും, എന്നാൽ രണ്ടുപേരും വേറിട്ട അനുഭവമാണ് നമുക്ക് തരുന്നത്. SPBയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ആരോ പാടുന്നത് പോലെയുള്ള ഒരു അടുപ്പം തോന്നാറുണ്ട് ആ പാട്ടുകൾക്ക്. അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോകളൊക്കെയാണ് മിക്കവാറും നമ്മൾ യൂട്യൂബിൽ കാണാറുള്ളത്. അപ്പൊ ഓരോ വ്യക്തിയെയും സാറ് ശ്രദ്ധിച്ചിട്ട് അവരോട് ചെന്ന് ഓരോ കാര്യം, അവരുടെ കുശലാന്വേഷണം നടത്തുകയാണ് ആ മ്യൂസിക്കിനിടയ്ക്ക്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു നമ്മുടെ ആരോ ആണ് എന്നുള്ള ആ ഒരു അടുപ്പം തരുന്ന ഒരു ഗായകനായിരുന്നു. അതിന്റെ തീരാ നഷ്ടം ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഈ ലോകം എത്ര നാൾ ഉണ്ടാവുമോ അത്രയും നാൾ തന്നെ തുടരും എന്നുള്ള ഒരു ആശ്വാസമാണ്, നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ള ഒരു സന്തോഷമാണ് ഇതില് ആകെയുള്ളത്. അദ്ദേഹത്തിന് ആയിരം പിന്നെ എന്തു പറയാനാ, പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാല്. അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ കുറച്ച് പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നമിക്കുകയാണ്. താങ്ക് യു ഷീല മാഡം. അതെ, അദ്ദേഹം എത്ര വിനയാന്വിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റം അല്ലേ, എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്ന ഒരു ശൈലിയായിരുന്നു. മലരേന്നുള്ള ഒരു പാട്ട്
ഒരു രേഷ്മയോ അങ്ങനെ ഏതാണ്ട് ഒരു കുട്ടിയായിട്ട് പാടുന്നുണ്ട്. അതെന്നിട്ട് ഉം. കരയുമ്പോ അതിനെ അണച്ചു പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓക്കെ. കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് Yeah. അത്രയും മനസ്സ് അത്ര എത്ര Yeah. പാവനമാണെന്ന് നമുക്ക് തോന്നും. വലിയ വലിയ മനസ്സിന്റെ ഉടമയാണ്. അത് മാത്രമല്ല സാറേ, ശാസ്ത്രീയമായിട്ട് പാട്ട് പഠിക്കാത്തയാളാണ് ഇത്ര Yeah. ഭംഗിയായിട്ട് പാടുന്നത്. അതെ, അത് ഇപ്പോ ഒരു സ്വാമിയുടെ ഇതുപോലെ പാട്ട് സ്നേഹിക്കുന്ന ഒരു ആശ്രമം ശങ്കരാഭരണത്തിലെ പാട്ടുകൾ ശങ്കരാഭരണത്തിലെ ശങ്കര എന്നുള്ള ഒരൊറ്റ പാട്ട് മതിയല്ലോ സാർ. മതിയല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സ്വാമി പറയുന്നത്, സംഗീതം പുറമേയുള്ളതല്ല, സംഗീതം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അത് പുറത്തേക്ക് കൊണ്ടുവരിക, അത് പുറത്തേക്ക് എടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമുക്ക് താളമില്ലേ, നമുക്കൊരു സമയബോധമില്ലേ, താളബോധമുണ്ട്, സംഗീതമുണ്ട്, ഇത് ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇമോഷൻസ് ഉണ്ട്, ഇമോഷൻസിനെ മനസ്സിലാക്കാൻ. അപ്പോൾ ഇതെല്ലാം ബോധപൂർവം അല്ലെങ്കിൽ അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ എനിബഡി ക്യാൻ സിങ്, എനിബഡി ക്യാൻ സിങ്. അതാണ്, അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പരിഭവത്തിൻ്റെ ഒരു കാര്യം. ഈ കുട്ടികൾക്കൊക്കെ ഈ വഴിയെ തിരിച്ചു വിടുക, പാട്ടിലൂടെ അല്ലെ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനായിട്ട് വിടുക. അതിൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആവും, അവർ മറ്റു വഴികളിലേക്ക് പോവില്ല, അവരുടെ കൂട്ടുകെട്ട് ആ രീതിയിലായിരിക്കും. ഇങ്ങനെയൊക്കെ പാട്ടിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് പോകണം എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിച്ചത്. SPBയെ ഓർത്തപ്പോൾ ആർക്കും പാടാം എന്നുള്ളൊരു, അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ ആർക്കും അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ് SPB. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. വയലാർ നമുക്കറിയാം ചെന്നൈയിലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെന്നൈ അന്ന് മദ്രാസിലൊക്കെ ആയിരുന്നു. ഒരു ദിവസം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ രാജഗിരിയിൽ പഠിക്കുകയാണ്, വയലാർ ശരത്ചന്ദ്രവർമ്മ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 7ാം ക്ലാസ്. മദ്രാസിൽ നിന്നെത്തിയ ഉടനെ അദ്ദേഹം സ്കൂളിൽ വന്നു. വയലാർ ശരത്ചന്ദ്രവർമ്മ എന്ന കുട്ടിയെ കൊണ്ട് ആലുവ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. അന്ന് അവിടെ വയലാർ താമസിക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു അറിയാമോ? നദി എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതാൻ. റൂമിലിരുന്ന് കഴിഞ്ഞാൽ താഴെ കൽപ്പടവിൽ ആലുവപ്പുഴ ഒഴുകുന്നത് കാണാം. അങ്ങനെ ഇടയ്ക്ക് അദ്ദേഹം അത് ശ്രദ്ധിക്കുകയും എന്തോ കുത്തിക്കുറിക്കുകയും ചെയ്യുന്നത് ഈ കുട്ടി കണ്ടു. വെട്ടിത്തിരുത്തിയ വരികൾ നേരിട്ട് കണ്ടു ശരത്ചന്ദ്ര വർമ്മ എന്ന മകൻ. എന്തായിരുന്നു ആ പാട്ട്? ഏതായിരിക്കും? ഇത് തന്നെയാണ്. 1000 പാദസരങ്ങൾ കിളിങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി. ഇത് പലപ്പോഴും ഈ ഗ്രേഡിങ് നടത്താറുണ്ട്, പാട്ടുകളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ ഗ്രേഡിങ്. പലപ്പോഴും നടത്തിയിട്ടുള്ള ഗ്രേഡിങ്ങിലൊക്കെ 1, 2, 3 അല്ലെങ്കിൽ മിനിമം 10-ൽ 1 വന്നുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഈ പാട്ടിനെ ശ്രദ്ധിക്കുകയും. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരെയും സ്വാധീനിക്കും, അതൊരു വേറെ കാര്യം അല്ലേ. അതിലെ കവിതയും ഭാവനയും ആ ഒരു വാക്യ അല്ലെങ്കിൽ വാചക ഘടനകളും ഒക്കെ എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് ഈ പാട്ടിൽ നിന്നും, ഒരു പാട്ടിൽ എന്തിരിക്കുന്നു എന്ന് പലരും ചിന്തിച്ചേക്കാം. എന്താണ് ഈ പാട്ടില്? വേദനയും വേർപാടും ഒക്കെ ശാശ്വതമല്ല, അതൊക്കെ മാറിപ്പോകും. എന്ത് തന്നെ സംഭവിച്ചാലും ജീവിതം എന്ന നദി ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. അതാണ് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് വയലാർ ശരത്ചന്ദ്രവർമ്മ. എന്തു വന്നാലും അത് താൽക്കാലികമാണ്. ഇപ്പോൾ ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടപ്പെട്ടതാണ് അല്ലേ? അതെ. അപ്പോൾ ആ സന്ദേശം ആ സന്ദേശം കൂടിയാണ് എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെടാനായിട്ട് കാരണം. ഒന്ന് ചിരിക്കൂ ഒരിക്കൽ കൂടി, അതിൽ നിന്ന് പ്രവഹിക്കുന്ന ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് വീണ്ടും പോകാനാണ്. ഓക്കെ, പാട്ടുകളുടെ ജനപ്രതിയുടെ കാര്യത്തിൽ നമ്പർ 1ഉം 2ഉം ഒക്കെ ആയിട്ട് നിന്നിരുന്ന ഈ പാട്ട്. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ
പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി. പുഴ ഒഴുകുന്നതും വെള്ളം ഒഴുകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ പാദസരങ്ങൾ കിലുങ്ങി ഓടുന്നതായിട്ട് ഒരു കവിക്ക് മാത്രമേ, വയലാറിനെ പോലുള്ള കവിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ? അടുത്ത വരികളിലേക്ക് നമുക്ക് കടക്കുമ്പോൾ പാടിക്കോളൂ. നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സല്ലാപം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവാം. പാടിക്കോളൂ. വേപ്പുമിലകളിൽ വേർപെടുന്ന വേദനയോ പേരിടുന്ന നിർവൃതിയോ ഓമലേ ആരോമലേ ഒരിക്കൽ കൂടി സൗണ്ട് ഇച്ചിരി ബ്രേക്ക് ആവുന്നുണ്ട്. അടുത്ത് പിടിക്കും മൈക്ക്. ഷിലമാം ഒന്ന് പാടിക്കും. എല്ലാവർക്കും ഒരു പ്രാക്ടീസ് കിട്ടട്ടെ. പാടി തീർന്നോ സാറേ? പാടിക്കോ. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി. ഈ നിലാവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഈ നിലാ ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ലോമലാളിൻ ഗദ്ഗദവും ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഓക്കെ സർ, താങ്ക് യു സർ. ഇനി ആരാ? ബീനമാം പാടും. ബീനമാം, സീമാം എല്ലാവരും ഉണ്ടല്ലോ. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ
ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി. ഈ നിലാവും ഈ കുളിർക്കാറ്റും ഈ പളുങ്കും കൽപ്പടവുകളും ഈറനായ അപ്പുറത്തേക്ക് പോയി ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാളിൻ ഗദ്ഗതവും. ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, ഇനി ആരാ പാടുന്നത്? വേണുഗോപാൽ സാർ പഠിക്കും. ആയിരം പാദസരങ്ങൾ ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരപ്പാദസുരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ ഏറിടുന്ന വിധിയോ. ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈ നിലാവും ഈ കുളിർക്കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും. ഈ നിലാവും ഈ കുളിർക്കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാലിംഗൽഗതവും. ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. താങ്ക് യു. ഓക്കെ, ജോർജ് സാർ. താങ്ക് യു സർ. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി.
ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരം പാദസരങ്ങൾ കിടുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴുകി. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ. ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിടുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴുകി. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. താങ്ക് യു സാർ. ഓക്കെ സാർ. ആലുവാപ്പുഴ അറിയാത്ത ആരുമില്ലല്ലോ, പാടൂ. യെസ്, ഓമനമ്മ പാടും. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഓളതീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർവിടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ. ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. താങ്ക് യു സാർ. ഓക്കെ, ആയിരം സ്നേഹതമ്മ പഠിക്കും. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ. ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈ നിലാവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാളിൻ ഗൽഗലവും. ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ആരും കാണാതെ ഓളവും തീരവും
ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. താങ്ക് യു സർ. ഓക്കെ, ഉഷാമാം. നമുക്ക് സാറ് ഒരു സജഷനേ, നമുക്ക് ഈ പാട്ടുകൾ, കുറച്ച് പാട്ടുകൾ, ഒരു 4-5 പാട്ടുകളെങ്കിലും കവർ ചെയ്യണം. അപ്പോൾ പാടുന്നവർ ഈ പല്ലവി ആവർത്തിച്ച് പാടാതിരിക്കുക. ഒരു അനുപല്ലവിയും പല്ലവിയും പാടി അടുത്ത ആൾക്ക്, കൂടുതൽ പേർക്ക് പാടാനുള്ള അവസരം കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മളൊന്ന് മാറി ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഉഷാമാം കൂടെ പാടും. താങ്ക് യു സർ. ഈറനായ നദിയുടെ മാറിൽ വിടർന്ന നീർക്കോമിളകളിൽ, ഈറനായ നദിയുടെ മാറിൽ വിടർന്ന നീർക്കോമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ, ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. 1000 പാദസരങ്ങൾക്കിലും ആലുവാപ്പുഴ പിന്നെയൊഴുകി. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. 1000 പാദസരങ്ങൾക്കിലും. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ട്? Thank you, ജെസ്സി thank മാം you. ഉണ്ട്, ഒരു സാർ ജെസ്സി മാം ഉണ്ട്, റോയ് സാറുണ്ട്. ജസ്റ്റ് ഒരു 2 വരി 4 വരി ആർക്കെങ്കിലും. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടായതുകൊണ്ട് കേട്ടോ. അടുത്ത പാട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അതെ, ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെൻ്റൽ ഫാക്കൽറ്റീസിനെയൊക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ഓർമ്മ മെച്ചപ്പെടുത്താം, അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങൾ, ചിന്തകൾ ഒക്കെ ഒന്ന് പുറകോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും 4 വരി എങ്കിലും വീണ്ടും വീണ്ടും പാടാനായിട്ട് പറയുക. നമ്മുടെ മനസ്സിലുള്ളതിനെ ഒന്ന് ഓർത്തെടുക്കാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും അല്ലേ. ഈ നസീറും ഒക്കെ അഭിനയിച്ച ഒരു സിനിമയുടെ കാര്യമൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവരും 4 വരിയെങ്കിലും പാടി ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഞാൻ പാടട്ടെ സാറേ? ആ. പുഴ പിന്നെയുമൊഴുകി, ആലം കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയി മാറി ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ, ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. 1000 പാദസ്വരങ്ങൾ കിലുങ്ങി, ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ. ഓക്കെ, താങ്ക് യു സർ. ആ, താങ്ക് യു.
ഓക്കെ, വേറെ ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാനും കൂടെ ഒന്ന് ജസ്റ്റ് പാടിയിട്ടില്ല. ആ. ഈറനായ നദിയുടെ മാറിൽ ഈ വിടന്ന് നീർക്കുമിളകളിൽ വേർപിടുന്ന വേദനയോ വേറിടുന്ന നവതിയോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ഓക്കെ. അപ്പോൾ ഇത്ര ജനലക്ഷങ്ങളെ ജനകോടികളെ സ്വാധീനിച്ച പാട്ട് മലയാളത്തിൽ വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാട്ടില് വേദനയും വേർപാടും ഒക്കെ വരച്ചു കാട്ടുമ്പോൾ പോലും പ്രത്യാശയുടെ കിരണങ്ങളാണ് നമുക്ക് ദർശിക്കാൻ കഴിയുക ഈ കവിതയിൽ. വയലാർ ശരത്ചന്ദ്രവർമ്മ പറയുന്നു, ഇന്നും എനിക്കൊന്ന് കരയാൻ തോന്നുമ്പോൾ, വിതുമ്പിപ്പോകുന്ന നിമിഷങ്ങൾ വരുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടാണ് ആയിരം പാദസരങ്ങൾ. നമുക്കും അങ്ങനെയല്ലേ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. താങ്ക് യു. ആ സിനിമ കണ്ടവർക്കൊക്കെ ആ രംഗം മറക്കാൻ പറ്റില്ല സാറേ. അത്രയും നല്ല നദിയല്ലേ സിനിമ. നദിയാണ് നദി. നമുക്ക് അടുത്ത പാട്ട് പാട്ടിലേക്ക് കാട്ടുപൂക്കൾ. പോകാം. മാണിക്യ വീണയുമായി മനസ്സിന്റെ താമര പൂവിലുണർന്നിടും. സാർ പറഞ്ഞോളൂ. കാട്ടുപൂക്കൾ. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ. ONV-യുടെയാണ് രചന. ONV-യുടെ പാട്ടുകൾക്ക് കവിതാത്മകതയാണ്. ഒരു കവിത പോലെ സുന്ദരമാണ്. ദേവരാജന്റെ സംഗീതം കൂടിയാകുമ്പോൾ അത് അതിമനോഹരമാകും. ദേവരാജനും ONV-യും അവര് കോളേജ് കാലത്ത് തൊട്ട് ഒന്നിച്ചുള്ളവരാണ്. ഓർമ്മകളും പ്രണയവും നഷ്ടസുഗന്ധവും ഇതൊക്കെ അവരെഴുതുമ്പോൾ കഥാസന്ദർഭം കൂടെ നോക്കി വേണം എഴുതാൻ. അപ്പോൾ അങ്ങനെയൊരു കണ്ടീഷനും കൂടെ ഉണ്ട് അല്ലേ? കവികൾക്ക് ആ ഒരു വ്യവസ്ഥയും കൂടെ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ONV പറയുന്ന അദ്ദേഹം മദിരാശിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ കുറിച്ചിട്ട പാട്ടാണ്. അവിടെ ദേവരാജൻ മാഷ് കാത്തു നിൽപ്പുണ്ട്. 60 വർഷം മുമ്പാണ് അല്ലേ ഈ പാട്ട്. ദേവരാജൻ മാഷ് കണ്ട ഉടനെ ചോദിച്ചു, വല്ലതും എഴുതിക്കൊണ്ട് വരാൻ പറ്റിയോ? അപ്പോൾ ആ ട്രെയിനിൽ നിന്ന് കുത്തിക്കുറിച്ച കടലാസ് അദ്ദേഹം ദേവരാജൻ മാഷ്ക്ക് കൊടുത്തു. പിന്നെ പറയണ്ടല്ലോ, ദേവരാജൻ മാഷ് അത് മിനുക്കിയെടുത്ത് അതിമനോഹരമായ ഒരു ഗാനമാക്കി എടുത്തു. പരിഭവവും നൊമ്പരവും ഒക്കെയാണ് അന്തർധാര ഈ പാട്ടിൻ്റെ. വളരെ കാവ്യാത്മകമായി ആ ഒരു രംഗവും കാര്യങ്ങളും ഒക്കെ വരച്ചു കാട്ടുന്നു. ഈ ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അതിൻ്റെ രംഗങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ തന്നെ സങ്കല്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. പാട്ടിലേക്ക് കടക്കാം. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം, എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കും
എങ്കിലും എന്തിനാണീ മൗനം? ആ രംഗം അല്ലേ, ആ പണ്ടത്തെ ആ പ്രണയരംഗമൊക്കെ മനസ്സിലേക്ക് വരുന്ന കൗമാരകാലത്തെ അല്ലെങ്കിൽ കോളേജ് കാലത്തെ പ്രണയവും സാമീപ്യവും, ആഗ്രഹിക്കുന്ന സാമീപ്യം കിട്ടാതെ വരുന്നു, പരിഭവം, പ്രണയം അല്ലേ, ഇതെല്ലാമാണ് അവിടെ. നൊമ്പരം, ഇതൊക്കെയാണ് അന്തർധാരയെങ്കിലും ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ വരികളും ഇതിൻ്റെ സംഗീതവും. ഏത് ഹൃദയത്തെയും കീഴടക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും മനസ്സിൽ ഈ പാട്ട് കിടപ്പുണ്ടെന്നും എനിക്കറിയാം. കാട്ടുപൂക്കൾ, ഇത് ഈ പാട്ടിൻ്റെ ശില്പികൾ ഞാൻ പറഞ്ഞു, ONV ദേവരാജൻ, ദാസേട്ടൻ്റെ പാട്ടാണ്. ഈ പാട്ടിന് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. ONVക്ക് രചനയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടാണ് മാണിക്യ വീണയുമായ മനസ്സിൻ്റെ താമരപ്പൂവിൽ ഉണർന്നവൾ. പാടിക്കോളൂ. ഷിലമ്മ പഠിക്കും. പഴയ ഒന്നിൽ ആദ്യം പാടും, അപ്പം ജസ്റ്റ് ഈണത്തോടു കൂടി പാടാൻ പറ്റും. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. എൻ മുഖം കാണുന്നുകില്ലേ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി പെട്ടെന്ന് പാടും. പറയുന്നവരൊക്കെ പാടും മാണിക്യ പെട്ടെന്നൊക്കെ. വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം, എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാ ഈ മൗനം. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, മഞ്ഞു കൊഴിഞ്ഞല്ലോ മാമ്പൂ കൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവയിൽ വന്നല്ലോ, നിൻമുഖത്തെന്നോ മറഞ്ഞോര പുഞ്ചിരി, എന്നിനി കാണും ഞാൻ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. മാണിക്യ വീണ സാറേ കേൾക്കുന്നില്ലല്ലോ, സൗണ്ട് ഇല്ല. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. സൗണ്ട് വെച്ചു. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണ
വീണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും നിൽക്കുകില്ലേ മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ പൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനെയും കാണും ഞാൻ മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും ഇരിക്കില്ലേ. താങ്ക് യു. രജിസ്റ്റർ ഒച്ച പറഞ്ഞേ. മുഖം കാണുമ്പോൾ കണ്ണുകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം അടുത്തെത്തുമ്പോൾ ചോദിക്കും ുന്നവരെ പാടുകില്ലേ ഓക്കെ, ഇനി ജോർജ് സാർ ആണോ? താങ്ക് യു സർ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. താങ്ക് യു സാർ. ഓക്കെ, ജെസ്സി മാം പാടിക്കോളൂ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ മുകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ
കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം? എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം? മാണിക്യ വീണയുമായി മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ? ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ. സാറ് ഞാൻ ചൊല്ലാം. പഠിക്കൂ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ? ഒന്നും മിണ്ടുകില്ലേ? എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം? എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം? മഞ്ഞു കൊഴിഞ്ഞല്ലോ, മാമ്പു കൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവെയിൽ വന്നല്ലോ. നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ? മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ? ഒന്നും മിണ്ടുകില്ലേ? താങ്ക് യു സാർ. ബിനമാമുണ്ട്, ഉഷാമാമുണ്ട്. ഞാൻ ചൊല്ലട്ടെ. യെസ്, ആരവാദ്യം പറഞ്ഞു. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ? ഒന്നും മിണ്ടുകില്ലേ? എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം? എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം? എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം? മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ? ഒന്നും മിണ്ടുകില്ലേ? താങ്ക് യു സാർ. ഓക്കെ, ഇനി ആരുള്ള? ബിനമാമുണ്ട്. ഞാൻ ചൊല്ലട്ടെ. റോയ്. യെസ്. മഞ്ഞു കൊഴിഞ്ഞല്ലോ, മാമ്പു കൊഴിഞ്ഞല്ലോ, പിന്നെ വന്നല്ലോ. മഞ്ഞു കൊഴിഞ്ഞല്ലോ, മാമ്പു കൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവെയിൽ വന്നല്ലോ. നിൻമുഖത്തെന്നോ മറഞ്ഞൊരാ പുഞ്ചിരി എന്നിനി കാണും? മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ
നിന്റെ വേദന ഇനി ഉഷമാൻ പാടുവിനെ പാടാം. റോയ് സാർ എന്നൊന്നും പാടിയില്ല. ചൊല്ലുകില്ലേ. താങ്ക് യു സർ. യെസ്. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ എൻ മുഖം കാണുമ്പോൾ നിൻ കൺകിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം മഞ്ഞു കൊഴിഞ്ഞല്ലോ മാമ്പൂ കൊഴിഞ്ഞല്ലോ പിന്നെയും പൊന്മയിൽ വന്നല്ലോ നിൻമുഖത്തെന്നോ മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ മാണിക്യ വീണയുമായി എൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ. താങ്ക് യു. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഉഷമാൻ പാടുന്നുണ്ടെങ്കിൽ പഠിക്കോ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിൽ പോകാം. എനിക്ക് ഒരു പാട്ടും കൂടെ പാടാനുള്ള സമയമുള്ളൂ. പെട്ടെന്ന് സ്വന്തം അടുത്തതിലേക്ക് പോവാം സാറേ. ഞാൻ ഇല്ല, പഠിക്കോളൂ. ഓക്കെ. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം മാണിക്യ വീണയുമായ എൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. താങ്ക് യു സർ. ജോസഫ് സാർ ഇനി ഏതാ പാടുന്നത്? അടുത്ത ഒരു പാട്ടും കൂടെ പാടാനുള്ള സമയം നമുക്ക് കിട്ടും. അനുരാഗ ഗാനം, പിന്നെ ആത്മവിദ്യാലയം, സൂര്യകാന്തി ആകാം. ഓക്കെ. സൂര്യകാന്തി ഇത് കാട്ടുതുളസി എന്ന സിനിമയില് 1965 കേട്ടോ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു പുതുമ അല്ലെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ പാട്ട് മരിക്കുന്നില്ല. അതിൻ്റെ ഒരു സൗന്ദര്യവും ജീവനും ഒക്കെ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്ന പാട്ടാണ്. മലയാളികളുടെ പ്രിയ ഗാനത്തിൽ പെടുന്നതാണ് ഈ ഗാനം. എസ് ജാനകിയുടെ മധുര ശബ്ദത്തിൽ. ശാരദയും സത്യനുമാണ് ആ രംഗം അഭിനയിക്കുന്നത്. ശാരദയാണ് കൂടുതൽ സമയവും രംഗത്തുള്ളത്. സത്യൻ വരുന്നുണ്ട്. അപ്പോൾ ആ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ രംഗമൊക്കെ മനസ്സിലേക്ക് വന്ന് നമുക്ക് സൂര്യകാന്തി പാടാം. MS ബാബുരാജാണ് സംഗീതം, വയലാറിൻ്റെ രചനയാണ്. അതിനൊക്കെ ഒരു തനിമയുണ്ട്. വയലാറിൻ്റെ രചനയും ONV രചനയൊക്കെ നമുക്ക് കാണുമ്പോൾ അല്ലെ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അത്രയ്ക്ക് തനിമയുള്ള ഒരു ഗാനമാണ് സൂര്യകാന്തി. പാടാം. സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ പുഷ്പവുമായി തേടുവതാരേ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യക നീ
ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യക നീ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. ഓക്കെ, പാടിക്കോളൂ. സൂര്യകാന്തിയെ കണ്ടപ്പോൾ അങ്ങനെ കവിക്ക് ചോദിക്കാൻ തോന്നി. നമ്മളും സൂര്യകാന്തികളെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതുപോലൊക്കെയുള്ള പാട്ടുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് അതിലൂടെയൊക്കെ വീണ്ടും കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ്. സൂര്യകാന്തിയോട് നമുക്കും ചോദിക്കാൻ, സ്വപ്നം കാണുന്നത് ആരെ ഈ പാട്ട് പാടുന്നതിലൂടെ നമുക്ക് ചോദിക്കാനുള്ളൊരു അവസരമാണ് ഈ ഗാനത്തിൻ്റെ സൃഷ്ടാക്കൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതും ഒരു അനുഗ്രഹമാണ്. പാടിക്കോളൂ. ആരുടെ കനക മനോരഥമേറി ആരുടെ രാഗപരാഗം തേടി നീലഗഗന വനവീതിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായി നിന്നാഥൻ. നീലഗഗന വനവീതിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായി നിന്മാനാഥൻ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. ആരേ സ്വപ്നം കാണുവതാരേ. ഒരു കാര്യം എനിക്ക് വ്യക്തമായി. എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഗാനമാണെന്നുള്ളത് കഴിഞ്ഞ 2 പാട്ടുകൾ ആലപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതും അതുപോലെ ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ആലപിക്കാൻ പലരും പല രീതിയിലാണ്, ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ടല്ലോ. ആ രീതിയിൽ പാടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാറ്റ് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുക. താങ്ക് യു. പാടിക്കോളൂ. ഞാനൊന്ന് പാടി നോക്കട്ടെ. ഓ യെസ് യെസ്. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, ദേവദാരുവിൻ തണലിലും താപസ കന്യക നീ. ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യക നീ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. ആരുടെ കനക മനോരഥമേറി ആരുടെ രാഗപരാഗം തേടി വോയിസ് ബ്രേക്ക് ആയോ? നാഥൻ നീലക കേൾക്കണ്ട. കേൾക്കുന്നില്ല. കുറച്ച് കേട്ടു. അവസാനം ഓക്കെ, അടുത്ത ആഴ്ചയിൽ നമ്മളുടെ പാട്ടുവിശേഷത്തിൻ്റെ മ്യൂസിക് തെറാപ്പിയുടെ 100ാമത്തെ ദിവസമാണ്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നിങ്ങൾ തന്നെ ഓൾറെഡി ആ ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് തരണം. നമുക്ക് ഓൾറെഡി പാട്ടുവിശേഷം എന്ന ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ അത് എനിക്കിട്ട് തന്നാൽ മതി. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ആ ഗ്രൂപ്പിലിടണം എല്ലാവരും അവരുടെ പാട്ടുകൾ. ഇപ്പോൾ നമ്മൾ ഇഷ്ടഗാനങ്ങൾ എന്നുള്ള നിലയിൽ ഓരോരുത്തരുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്ക് ഒരു പാട്ട് മാത്രം പാടാൻ, കാരണം നമുക്ക് സമയം കിട്ടത്തില്ല. എത്ര പേരുണ്ടെങ്കിലും നമുക്കത് പാടണം. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നോണം. ഇനി ആരാ പാടുന്നത്?
സൂര്യകാന്തി സ്വപ്നം പൂജ പുഷ്പവുമായി കാന്തി സൂര്യകാന്തി താങ്ക് യു. ഞാൻ പാട്ട് സാറേ. ഓക്കെ. പാട്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി തേടുവതാരേ ആരേ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യക നീ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി തേടുവതാരേ ആരേ. താങ്ക് യു സാർ. എല്ലാം പഠിക്കും. ആരുടെ കനക മനോരഥമേറി, ആരുടെ രാഗപരാഗം തേടി, നീലഗഗന വനവീതിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായി നിന്നാദൻ. നീലഗഗന വനവീതിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായി നിന്മാതൻ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ, തേടുവതാരേ. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യക നീ. ദേവദാരുവിൻ തണലിലുറങ്ങും താപസ കന്യക നീ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. താങ്ക് യു സാർ. ഓക്കെ, ഇനി വേറെ ആര് പാടുന്നത്? സ്നേഹലതമ പഠിക്കും. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ, തേടുവതാരേ ആരേ. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ,
വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവദാരുവിൻ തണലിലുറങ്ങും താപസകന്യക നീ. ഓക്കെ, ഇനി ആരാണ് സൂര്യകാന്തിയെ ഇഷ്ടമുള്ളവര്? വേണുഗോപാൽ സാറാണോ? സൗണ്ട് ഇച്ചോട് കേൾക്കുന്നില്ല സാർ. സാർ ആ മൈക്ക് അടുപ്പിച്ചു പോയി. മൈക്ക് ആ ഹലോ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരി പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരയാരേ തേടുവതാരയാരേ. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവതാരുവിൻ തണലിലുറങ്ങും താപസ കന്യകനീ. ദേവതാരുവിൻ തണലിലുറങ്ങും താപസ കന്യകനീ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരി. താങ്ക് യു സർ. ആരുടെ കനക മനോരഥമേറി ആരുടെ രാഗപരാഗം തേടി നീലഗഗന വനവീതിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായി നിന്നാദൻ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ പുഷ്പവുമായി തേടുവതാരേ ആരേ തേടുവതാരേ ആരേ. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാടാണെങ്കിൽ പാടൂ, പെട്ടെന്ന് പാടൂ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാറായി. അഗെയിൻ റോയ് സാർ, ജോർജ് സാർ. ജെസ്സി മാം, ആർക്കെങ്കിലും? ഇല്ല സാറേ, എനിക്ക് കിട്ടില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും? അപ്പം അടുത്ത ആഴ്ച ഓർക്കുന്നുണ്ടല്ലോ, അടുത്ത ആഴ്ച നമ്മൾ 100ാമത്തെ ദിവസമാണ്. അപ്പം അതനുസരിച്ച് എല്ലാവരും ഓരോ പാട്ടുകൾ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്യില്ലെങ്കിൽ, ഗ്രൂപ്പിലില്ലെങ്കിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാം. അത് നമുക്ക് അത് മാത്രം ഓരോരുത്തർക്കും പാടാം. ഓക്കെ, വേറെ ആരും പാടാനില്ലെങ്കിൽ നമുക്ക് ഇന്ന് വേണ്ടി. ഇപ്പം എവിടെ ജോസഫ് ജോൺ സാർ? ഉണ്ടല്ലോ. യെസ്, ആ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സാർ. സാറിൻ്റെ ഇഷ്ട വിഷയങ്ങൾ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു നിർത്തും. ഞാൻ സാറാ മലരെ എന്നുള്ള രണ്ടുപേര് പാടും സാറേ. അതാരുടെയാ? SPB-യുടെ ശ്രീരാമൻ പാടിക്കോളും. ഞാൻ ഓർക്കുന്നില്ല ഏതാണെന്ന്. സാറേ ആ മലരെ മൗനമാന്നുള്ള. മലരേ മൗനമാ മൗനമേ ഏകമാ മലർകൾ ഊഹരാ മലരേ മൗനമാ
മൗനമേ വേഗം ഇത്രേ അറിയാവൂ. നമ്മള് പോകാൻ തുടങ്ങിയപ്പോ ഒരാൾ വരുന്നുണ്ട്. അതെ അതെ ദേ വന്നിട്ടുണ്ട്. പാട്ട് പാടാൻ തയ്യാറായി വന്നിരിക്കുക ഷാബു സാറേ. സാറേ, ഒരു ഇന്ന് പാട്ട് പാടട്ടെ സാറേ? SPBയുടെ 2 കാര്യങ്ങൾ പറയൂ. എന്നിട്ട് മലരെ പാട്ടും പാടിക്കോളൂ. അത്ര തന്നെ. കേൾക്കുന്നുണ്ടോ? വൈകിയതിനുള്ള ശിക്ഷ. SPBയുടെ ഓർമ്മ നോക്കുമായിരുന്നു. ഇന്ന് അല്ല ഇന്ന് സാറിന്റെ പാട്ടല്ലായിരുന്നേ? അത് ജോസഫ് കഴിഞ്ഞു. അത് നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞ കഴിയാനൊന്നും പറ്റില്ല. 10-12 പാട്ടിട്ടുണ്ടായിരുന്നു. അത് പറ്റില്ല. SPB ഒന്നും സമ്മതിക്കില്ല. സാറിന്റെ പാട്ട് എന്നെ കേക്കണം. സാറേ 3 പാട്ടാണ് ആകെ പാടിയത്. എല്ലാവരും പാടി. വളരെ ഹാപ്പിയാണ്. പൗർണമി ചന്ദ്രിക പാടിയ? പൗർണമി ചന്ദ്രിക ഇല്ല, അത് പാടാണ്ട് വിടില്ല. എല്ലാവർക്കും ഇഷ്ടാണേ. അതേ സാറിന്റെ പാട്ട് അത് പാടാണ്ട് വിടില്ല. എന്റെ പാട്ടും പൗർണമി ചന്ദ്രിക ഇല്ലല്ലോ. ഉണ്ടല്ലോ, പൗർണമി ചന്ദ്ര ഇട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടു. ഉണ്ടായിരുന്നു. അത് സാറേ ലാസ്റ്റിന് തൊട്ട് മുമ്പുള്ളത്. അതെ, ഷീല മേഡം ഉണ്ട്. വിടമാട്ടെ. അത് ഞാൻ ഇട്ടിട്ടില്ലല്ലോ. സാറ് പഠിക്കൂ. നമുക്കത് പാടി അവസാനിപ്പിച്ചാ പോരെ? ആ പാട്ടും കൂടെ പാടി ഷാബു സാറിന് കൊടുക്കാം. ഷാബു സാർ എനിക്ക് പാടാൻ പറ്റില്ല. അത് ജോസഫ് സാർ പാടുന്ന ആ പാട്ട്. ആളുടെ ഇഷ്ടഗാനം കേൾക്കാനും ഞാൻ പാടാനല്ല. അത് ആള് പാടി നിർത്ത്. ഒരാളെ സമാധാനിപ്പിച്ച് ഉറക്കം വന്നില്ലെങ്കിലോ. നമ്മള് നിർത്താൻ പോവായിരുന്നത്. റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിലെ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി സാറ് രചിച്ചു. MK അർജുനൻ മാഷിന്റെ സംഗീതം. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ആവർത്തിക്കുന്നില്ല. നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗ തുഷാരം, നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗ തുഷാരം, എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിനോടം. ഓ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. പോരാ അനുപല്ലയും ശരണം വേണം. പുഷ്പിണിയായ ശതാവരി വള്ളിയിൽ കൽപ്പമൊരുക്കി തന്നൽ, പുഷ്പിണിയായ ശതാവരി വള്ളിയിൽ കൽപ്പമൊരുക്കി തന്നൽ, ഇത്തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പം തോഴി, ഇത്തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പം തോഴി. ഓ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. സൂപ്പർ അടിപൊളി.
ഈ നന്നായിട്ട് പാട്ട് പാടി സാറേ. ഈ ആ. പാട്ട് കേൾക്കുമ്പോ ആ. കുറെ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അർജുന മാസ്റ്റർ രണ്ടാമത്തെ ചിത്രമാണത്. കറുത്ത പൗർണമിയായിരുന്നു ആദ്യത്തെ ചിത്രം. ഉം. കറുത്ത പൗർണമിക്ക് ശേഷം രണ്ടാമത്തെ ചിത്രം റെസ്റ്റ് ഹൗസ്. അപ്പൊ ഇതില് സാധാരണ ഈ കമ്പനിയുടെ മ്യൂസിക് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ എഴുത്തുകാരെന്ന് പറയുന്നത് ബാബുരാജും അതുപോലെ തന്നെ പി ഭാസ്കര മാഷും വരും. ഉം. അപ്പൊ തമ്പി സാറാണ് പറഞ്ഞത്, ശ്രീകുമാരൻ തമ്പി സാറാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ട്, ആള് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ആളൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പടത്തിന്റെ ഡയറക്ടർ ശശികുമാർ സാറാണ്, നിർമ്മാതാവ് KP കൊട്ടാരക്കര. ഉം. അപ്പൊ KP കൊട്ടാരക്കരയ്ക്ക് അത്ര തൃപ്തിയായില്ല. കാരണം ബാബുരാജും അതുപോലെ തന്നെ ഭാസ്കർ മാഷ് എന്ന് പറഞ്ഞ അവര് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അവര് നന്നായിട്ട് ചെയ്യും. പുതിയ ഒരാൾ എടുക്കാനായിട്ട് റിസ്ക് അവർക്ക്. ഉം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ശ്രീകുമാരൻ തമ്പി സാറ് ഭാസ്കർ മാഷ് വന്നപ്പോ ഭാസ്കർ മാഷോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു പുതിയ ആളുണ്ട്, നമുക്കൊന്ന് കൊടുത്തു നോക്കാൻ. അപ്പൊ ഭാസ്കർ മാഷ് പറഞ്ഞു, ഞാനൊരു 2-3 പാട്ടുകൾ എഴുതി കൊടുക്കാം, അദ്ദേഹം ട്യൂൺ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2-3 പാട്ട് അർജുന മാഷിക്ക് കൊടുക്കണേ. രണ്ടാമത്തെ പടമാണ് കേട്ടാ. അർജുന മാഷ് ശരിക്കും ഹാർമോണിസ്റ്റ് ആണ്. നാടകത്തിലും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ദേവരാജ് മാഷൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് ഹാർമോണിസ്റ്റ് ആണ് ആള്. അപ്പൊ അങ്ങനെ ആൾക്ക് 2-3 പാട്ട് കൊടുത്തു. അങ്ങനെ ആ പാട്ടിൽ ആദ്യത്തെ പാട്ട് ഇതായിരുന്നു. അപ്പൊ ഇത് പാടി കഴിഞ്ഞപ്പോ നമ്മുടെ KP കൊട്ടാരക്കര നിർമ്മാതാവ് അദ്ദേഹത്തെ തമ്പി സാറിനെ പുറത്തേക്ക് വിളിച്ചു. അപ്പൊ അർജുന മാഷി വിചാരിച്ചു കഴിഞ്ഞു, നമ്മുടെ ചീട്ട് വേണ്ടെന്ന് പറയാനായിട്ട് വിളിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോ KP കൊട്ടാരക്കര ശ്രീകുമാരൻ തമ്പിനെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുക. താങ്കൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു, ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഇത്രയും മനോഹരമായ ഒരു പാട്ടുണ്ടാക്കാൻ? ഇനി എന്റെ പടത്തിലെ അടുത്ത 10 പടത്തിലെ മ്യൂസിക് ഡയറക്ടർ ഇയാള് എന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു പാട്ട് കേട്ടപ്പോ അദ്ദേഹത്തിന് അത്രയും ഇൻസ്പയർഡ് ആയി. അത്രയും പിന്നെ എല്ലാ പടത്തിലും അർജുന മാസ്റ്റർ ആയിരുന്നു ആ മ്യൂസിക് ഡയറക്ടർ. വളരെ കഴിവുള്ള നല്ല അല്ലേ, മറ്റേ ആ ഗസലിന്റെ ഒക്കെ രൂപത്തിലൊക്കെ പാട്ടുകളൊക്കെ എഴുതാനായിട്ട് അല്ലെങ്കിൽ ഈണം കൊടുക്കാനായിട്ട് വളരെ വളരെ മിടുക്കനായിട്ടുള്ള ഒരാളായിരുന്നു അർജുന. മാസ്റ്ററിൽ 5 മാസ്റ്റർ ഉണ്ടെന്ന് നമ്മുടെ ജയേട്ടൻ പറയാറ്. 5 മാസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയും. ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി, അർജുനൻ മാസ്റ്റർ, ബാബുരാജ്, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ല. അങ്ങനെ 5 മാസ്റ്റേഴ്സ്. ജോൺസൺ മാസ്റ്റർ അല്ല, ഇത് അവർക്ക് മുൻപ് ആ തലമുറക്ക് ജോൺസൺ അതുപോലെ തന്നെ രവീന്ദ്രനൊക്കെ വരുന്നതിന് മുമ്പുള്ള 5 മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രീകുമാർ അല്ല, നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജ മാസ്റ്റർ, ബാബുരാജ്, അർജുനൻ മാസ്റ്റർ, അതുപോലെ രാഘവ് മാസ്റ്റർ. ഇതാണ് ഈ 5 മാസ്റ്റേഴ്സ്. ഇവരുടെ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ ജോൺസൺ മാസ്റ്ററും അതുപോലെ തന്നെ രവീന്ദ്ര മാഷൊക്കെ വന്നത് ആ സമയം. അപ്പൊ ആ ഓർമ്മകളിലേക്കൊക്കെ എന്തായാലും ഈ പാട്ട് കൊണ്ടുവന്നു. വളരെ മനോഹരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണത്. സാറ് നന്നായിട്ട് പാടി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എനിക്ക് വേറെ ഒരു മീറ്റിംഗിലായിരുന്നു ഞാൻ. എന്തായാലും അപ്പൊ ഈ ഒരു പാട്ട് കേൾക്കണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് വന്നതാണ്. താങ്ക് യു. ഇതാണ് ഇടിച്ചു പാടിക്കുക എന്ന് പറയുന്നത്. അതെ, ഞാൻ വന്നപ്പോഴേ ചോദിച്ചു ഷാബു സാർ ഉണ്ടാവുമോ, കാരണം പിന്നാമ്പുറ കഥകൾ പറയണമെങ്കിൽ ഷാബു സാർ. എനിക്ക് നിങ്ങളുടെ സാറിന് ഇത്രയും കഥകൾ എവിടെ നിന്ന് കിട്ടുന്നു സാറേ? ഈ പണ്ട് ഇതായിരുന്നു പരിപാടി. പാട്ടിന്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പോവും. അതാണ് രസം. അതിന്റെ ഒരു പാട്ട് ഇഷ്ടപ്പെട്ട അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പോലെ ഒരു ചെറിയൊരു കിറുക്കുണ്ട് നമുക്ക്. ചെറിയ വട്ട് എന്ന് പറയുന്നത്. എന്തായാലും നമുക്കതൊരു വലിയ നേട്ടമാ. അപ്പൊ അതന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോ കിട്ടണ ഇതുകളാണ്. പിന്നെ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് പാട്ടിന്റെ. അപ്പൊ അതൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കും, ഇൻട്രസ്റ്റ് ആയതുകൊണ്ട്. അപ്പൊ എനിവേ അടിപൊളി. കണ്ടിന്യൂ. താങ്ക് യു. അപ്പൊ അടുത്ത ആഴ്ച കാണാം. നമ്മുടെ 100ാമത്തെ ദിവസം കേട്ടോ ഷാബു സാറെ, മുങ്ങരുതേ. അതെങ്ങനെ നമുക്ക് ആഘോഷമാക്കണം 100ാമത്തെ ദിവസം. ശരി ശരി ശരി. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. താങ്ക് യു സർ. താങ്ക് യു. എന്തായാലും